അപ്പോൾ നമ്മൾ ഇന്നൊരു സെലിബ്രിറ്റിയുടെ വീടിൻ്റെ മുമ്പിലാണ് എത്തിയേക്കുന്നത്. ഇത് ആരുടെ വീടാണെന്നറിയാമോ? നമ്മുടെ ആക്ടർ ബിബിൻ ജോർജിന്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ആദ്യം നോക്കി വീടൊന്ന് കണ്ടിട്ട് വരാം. A few moments later. വളരെ സമാധാനപരമായിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പതേ നോക്കി, ഇതായിരുന്നല്ലോ നീ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഒരു വോയിസ് നോട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക്. ഞാനേ കോഴിക്കോട് പോണേണ്, നിങ്ങളെ ഇവിടെ വെള്ളപ്പൊക്കം പിന്നെ കോഴിക്കോടൊന്നും പ്രശ്നമില്ല. വൈകുന്നേരം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവന്റെ ഒരു വോയിസ് നോട്ട്, അയ്യേ കോഴിക്കോട് വെള്ളപ്പൊക്കി, അവിടെ വെള്ളപ്പൊക്കം. ഇത് നടന്നതാണല്ലോ, ഇത് നടന്നതാണോ? ഭംഗിയായിട്ട് വഞ്ചിയുടെ സ്കിറ്റ് അതാശാന്റെ വലിയൊരു വാക്കുകളിൽ വഴി കാണിക്കാൻ വേണ്ടി ആൾ വരും. തൂങ്ങി കളിക്കണ്ടട മാങ്ങേ, പാടി തൂങ്ങി കളിച്ചോറു മാങ്ങിന്ന് അമ്മയുടെ മോളിൽ ഒളിച്ചിരുന്നേ. ഏത് സ്റ്റേഷനിലാണ്? ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ. വിനയൊക്കെ 5 മിനിറ്റ് കഴിയുമ്പോ മാറും. പഠിക്കാനൊക്കെ ഇങ്ങനെയാണ് നമ്മുടെ ഈ ടീമിൽ വന്നത്. ഞങ്ങളൊക്കെ ഐഫോൺ ഐ ഡ്രോപ്സ് അല്ലേ, ഐ ഡ്രോപ്സ് അല്ലേ, എയർ ഡ്രോപ്സ്. ഇപ്പോഴാണ് ഇതൊക്കെ പഠിച്ചത് ജീവിക്കാൻ വേണ്ടി. അയാൾ KCB ഉദ്യോഗസ്ഥനാണ്. സലീഷ, ഞാൻ അവരെ നിർത്തണടാ, എന്നെ ആർക്കും വേണ്ടടാ, ഞാൻ അവരെ നിർത്തണേണ്. ഇവന്റെ അടുത്ത് വാക്കി ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നുടാ. ഇതിലും വലിയ മോട്ടിവേഷൻ സ്വപ്നങ്ങളിൽ മാത്രം. അപ്പൊ നമ്മളിതാ ബിബിന്റെ വീട്ടിലെത്തിരിക്കുകയാണ്. ഇവിടെ വളരെ സമാധാനപരമായിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പതേ നോക്കി, ഇതായിരുന്നല്ലോ നീ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതാണ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അല്ലേ നമുക്ക് ആദ്യം ഈ കൂട്ടത്തിലെ ഏറ്റവും ശുദ്ധനാരാണ്, ഏറ്റവും നന്മമരാരാണ്? അതായത് പ്രിയമുള്ളവരെ, ഇതെൻ്റെ ഫ്രണ്ട്സാണ്, എൻ്റെ ചെറുപ്പം മുതലുള്ള എൻ്റെ കൂട്ടുകാരാണ്. പല ഇൻ്റർവ്യൂകളിൽ ഇവരെയൊക്കെ നിങ്ങൾ പരിചയപ്പെട്ട് കാണും. ഞങ്ങളൊരു മനസ്സെന്നും പറഞ്ഞിട്ടൊരു കൂട്ടായ്മയാണ്. അതൊരു വാട്സപ്പ് ഗ്രൂപ്പൊന്നുമല്ല. ഞങ്ങൾ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരെ കലാകാരന്മാരാണ് എല്ലാവരും. ഇപ്പൊ വിവിധ ജോലികളിൽ ചെയ്യുന്നവരാണ്. മിക്ക ആളുകളും വെടിക്കെട്ട് എന്ന് പറഞ്ഞ പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നിന്റെ ചോദ്യം ഇതിൽ കൂട്ടത്തിൽ ശുദ്ധമുള്ളതല്ലേ? ഞാൻ ഒഴിച്ച് ഒരെണ്ണം ഇതിൽ നന്മമരം ഇതാണ് അല്ലേ? സംശയമുണ്ടോ? അതായത് നന്മമരം എന്ന് പറഞ്ഞ ഇതേപോലെ നന്മമരമില്ല. ഈ ഹിറ്റ്ലറിനെ കണ്ടാലും എന്നാ പാവം, ഒത്തിരി മീശയുള്ളൂ, കുറച്ചുകൂടി മീശ വെച്ചു കൊടുക്കാം എന്ന് പറയണ ആളാണ്. എന്താ പേരെന്താ? റോണി. ആ പറച്ചില് തന്നെയാണ് ഒരു അടക്കോ ദുഃഖവും. എന്ത് ചെയ്യുന്നു ശരിക്കും? എന്താണ്? ഇതാണല്ലേ കറക്റ്റായിട്ട് സ്ഥലം മേടിക്കാൻ നമ്മൾ ഒരാൾ എത്തിപ്പെടേണ്ടത് ഇദ്ദേഹത്തിന്റെ അടുത്താണ്. അല്ല, ഈ എന്തുകൊണ്ടാണെന്നും കൂടി പറയാം. അതായത് ഈ റോണി കാരണമാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് യമണ്ടൻ പ്രേമകഥയുടെ ലാഭത്തിനാണ്. ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞു, കുറച്ച് കാശ് കിട്ടിയെന്നാണ് നമ്മൾ ഈ സ്ഥലം വാങ്ങുന്നത്. അപ്പൊ ഞാൻ ഈ പൈസ ഈ ബാങ്കിലിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം ഈ മണി മാനേജ്മെന്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് അറിയത്തില്ല, എന്ത് ചെയ്യണം എന്നറിയാത്ത. അപ്പൊ ഞാൻ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ അമ്മിച്ചിനെ വിളിച്ചിട്ട് ഈ സ്ഥലം കൊണ്ടുവന്ന് കാണിച്ച്, ഞാൻ പോലും അറിയാതെ വാങ്ങിയ സ്ഥലമാണ് എന്റെ പേരിൽ. അന്ന് ഇവനെ ഞാൻ പൂര ചീത്ത പറഞ്ഞു. വേറെ 25,000 രൂപ കമ്മീഷന് വേണ്ടിട്ട് എന്നെ ഇങ്ങനെ പറ്റിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. നന്മമരം. പക്ഷെ അന്ന് കമ്മീഷൻ ഒന്നും മേടിച്ചിട്ടില്ല. പക്ഷെ അന്ന് ഇവൻ ആ പൈസ വെറുതെ ഇങ്ങനെ ഇത് ചെയ്തിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ദൈവാഞ്ജലി വെച്ചിട്ട് ഈ സ്ഥലം വാങ്ങി ഈ വീടും വെച്ചത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ വരാൻ മെയിൻ കാരണം റോണിക്ക്. ഇനി നമ്മുടെ കൂട്ടത്തിൽ ആരാ വണ്ടി കൊണ്ട് ഇടിപ്പിച്ചത്? ബ്രോന്റെ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ താന്നിരിക്കണ്. വണ്ടി കൊണ്ട് ഇടിപ്പിച്ചത് നമ്മുടെ രവി, കലാപം മുതലുള്ള കൂട്ടാണ്. മറ്റേ പണ്ട് പറയൂലേ,
തബല വായിക്കുന്നത് പ്രബൽ എന്നത് വണ്ടി ഇടിപ്പിച്ചത് രവി. ഓക്കെ, രവി എൻ്റെ കൂടെ ഇപ്പൊ ഇതുവരെയുള്ള ഇപ്പൊ ലാസ്റ്റ് സിനിമയായിട്ടുള്ള ലാസ്റ്റ് നമ്മൾ ഏതാ ചെയ്ത ശുക്രനാണ് ചെയ്തത്. അതുവരെ കൂടെ ഉണ്ടായിരുന്നു. അതിനെ മറക്കാൻ പറ്റാത്ത മറ്റേതാ എന്റെ ബ്ലൂടൂത്ത് വെടിക്കട്ടില്ല. അതെന്താ ആ ക്യാരക്ടർ പുള്ളി കൊടുക്കാൻ കാരണം? അത് ആത്മാംശം ഉള്ളതുകൊണ്ട് നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് എക്സ്റ്റൻഡർ ഓണാക്കുന്നു. അതുകൊണ്ട് ഈ ബ്ലൂടൂത്തിന്റെ അല്ല ഇപ്പൊ കല്യാണം കഴിച്ച് അല്ല പറഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇല്ല നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ആയിരുന്നല്ലോ, ഏതിങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കല്. പക്ഷെ അന്ന് മറ്റേ ഇൻഫ്രാറെഡ് ആയിരുന്നു, കുറെ നേരം പിടിക്കും. പിന്നെ ബ്ലൂടൂത്ത് ആയി. ഞങ്ങളൊക്കെ ജെൻസിയാണ്. ഇത് 80ന്റെ വസന്ത. അതാണ് ഇൻഫ്രാറെഡ് എന്നൊക്കെ പറയണത്. ഇൻഫ്രാറെഡ് എന്നൊക്കെ പറഞ്ഞാ നമുക്കറിയാടാ. സോറി കേട്ടോ മച്ചാനെ, ഞങ്ങളൊക്കെ ഐഫോൺ ഐഡ്രോപ്സ് അല്ലേ പറയണ്ടായിരുന്നു. ഇൻഫ്രാറെഡ് കിളവനായി പോയി. ഓക്കെ ബ്രോ, നമ്മൾ സിനിമയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന ടൈമിൽ അതിന് മുമ്പേ തൊട്ടുള്ള ഒരു കമ്പനിയാണ് ഇതെല്ലാം. അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാത്തിനും ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാർ ഇവരെല്ലാരും. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന ഈ വീട് പണിയുടെ കാര്യം തന്നെ, ഇപ്പൊ വീട് പണിക്ക് ആ ഒരു സമയത്തും ബ്രോ ഇവിടെ ഉണ്ടായിരുന്നില്ല. ശരിക്കും ഇവരെല്ലാവരും ഒരു മേൽനോട്ടം സ്വന്തം വീട് പോലെ നിന്നിട്ടാണ് അല്ല, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. അതിലെ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ ഷിൻലേട്ടൻ. ഷിൻലേട്ടനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഷിൻലേട്ടനാണ് എൻ്റെ ആദ്യത്തെ മധുസാറ്, നമ്മുടെ എല്ലാവരും ഗുരു. കലാഭവനിൽ നമ്മളെ മിമിക്രി പഠിപ്പിച്ച ആളാണ്. ഇതിൽ കലാഭവനിൽ എത്ര പേരുണ്ട്? കൈവക്ക്. അവൻ കലാഭവനിലാണ്, നമ്മളൊക്കെ കലാഭവല്ല. തുടക്കം അതിലല്ലേ. അപ്പൊ കലാഭവനിൽ ഞാൻ വരുന്നതിന് മുമ്പ് എന്നെ ആദ്യമായിട്ട് ഞാൻ മിമിക്രിക്ക് ദക്ഷിണ വെച്ച ആളാണ് പുള്ളി. അടിപൊളി, നല്ല തുടക്കം. 10ാം ക്ലാസ്സിന്റെ വെക്കേഷന് അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ മിമിക്രി പഠിച്ച് തുടങ്ങി. അപ്പം പുള്ളി എന്നോട് കുറച്ച് സ്റ്റാർ കാണിക്കാൻ പറഞ്ഞ് ഞാൻ സ്റ്റാർ കാണിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പുള്ളിയോട് പറഞ്ഞു സാറിന് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. പുള്ളി കുറച്ചെടുത്തു. ആ മിമിക്രിയൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞ് ബിബി സ്റ്റാർ എടുത്ത് ഞാൻ 10 സ്റ്റാർ നിർത്തി. കാരണം ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ എടുക്കണതേ. അപ്പം ഞാൻ കരുതി ഞാൻ എടുക്കണൊക്കെ ശരിയായിരിക്കും. പിന്നെ ഞാൻ പതുക്കെ ബിബിനോട് തല വെച്ച് പിന്നെ നിന്നാവൂടെ ഉറപ്പാ രക്ഷപ്പെടുമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാനത് പറഞ്ഞു. പക്ഷെ അന്ന് ആ പറഞ്ഞെങ്കിലും പിന്നീട് രണ്ടാമതൊരു തിരിച്ചുവരവ്. ഞാനും ഞങ്ങളുടെ ദീപു, ഇവൻ ആണിയാണ് എനിക്കിട്ടുള്ള, അല്ലാണ്ട് കുടുംബത്തിരുത്താണ്ടിരുന്ന ഞങ്ങളുടെ ബിബി വരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ്, ഞാൻ ഇവൻ അവരെല്ലാവരും രസികരാജ നമ്പർ 1 എന്ന പരിപാടിയിലേക്ക് ബിബി കൊണ്ടുപോയി. അതിനെന്താ പറയണ, അതിൽ കുറേ സ്കിറ്റുകൾ ഇഷ്ടം പോലെ. അതിൻ്റെ പേരിൽ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ബിബിക്കുണ്ടായി. അത് പലതരത്തിലുണ്ടാവില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അന്നെന്ന് പറഞ്ഞാൽ ഈ ടി വിയിൽ നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നതിന് മുമ്പ് അതിൻ്റെ ഒരു വാല്യൂ അറിയണമെങ്കിൽ ഞാൻ സിനിമാലയിലൊക്കെ ഒരു 6-7 എപ്പിസോഡുകളിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട്. എനിക്ക് ഒരു റിഗ്രഷനും ഇല്ല അതിൽ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഒരു തല കാണിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റാ. നമ്മൾ വെറുതെ എടുത്ത് നമുക്ക് ചാനലുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ വന്ന പോലെ അല്ലടാ, അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന സമയത്താണ്. അതെന്ന് വെച്ചാല് അരമണിക്കൂറുള്ള പ്രോഗ്രാമിൽ നമ്മളിങ്ങനെ നിറഞ്ഞു നിൽക്കണല്ലോ. ഞങ്ങളുടെ 4-5 പേര്, ഞാൻ ഇവൻ രാജേഷ്, എൽദോസ്, നമ്മുടെ കോതമംഗലം എൽദോസ്, അവരൊക്കെ ഞങ്ങളങ്ങനെ ആ ടീമായിട്ട് വെച്ചത്. ഒരു മഞ്ജു വിജീഷ് പെണ്ണ് ടീമിൽ അടുപ്പിച്ചു പിടിച്ചോ. മൈക്ക് ബാലൻസ് കുറവാണ് കലാപോലുള്ള ആശാനെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആശാൻ എന്ന് പറയാം. അത് പിടിക്കാ എന്ത് മണ്ടത്തരം പറഞ്ഞ ആശാൻ എന്ന് പറയാം. അപ്പം ഞാൻ ദീപു, രാജേഷ് കടറോന്ത്, എൽദോസ്, പിന്നെ മഞ്ജു വിജീഷ്. എനിക്ക് തോന്നുന്ന ഒരു ടീമിൽ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ ഉൾപ്പെടുത്തുന്നത് അല്ലേ. രസികരാജയിലാണ് വരുന്നത്. എൻ്റെ ടീമിലായിരുന്നു. ബിബിൻ ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ചെയ്ത്. അതിൻ്റെ പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, കുറച്ച് അതിന് റിഗ്രാറ്റ്സ് എന്നല്ലേ പറഞ്ഞു. എന്തായാലും പറഞ്ഞ അല്ല, അതിപ്പോ പുതിയ ആളുകളെ കൊണ്ടുവരുമ്പോ അന്ന് കുറച്ച് നമുക്ക് കേൾക്കുമല്ലോ, അതൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ എങ്കിലും ഞങ്ങൾ ആ ചെയ്ത പേരൊക്കെ മാറ്റി കൊടുത്ത് എപ്പിസോഡുകളിലൂടെ ഞങ്ങളുടെ കഴിവുകൾ അല്ലേ ഭംഗിയായിട്ട്. വഞ്ചിയുടെ സ്കിറ്റ് കിട്ടിയടാ അല്ല, അങ്ങനെ അടിച്ചു പൊളിച്ച്. പിന്നെ പക്ഷേ എപ്പോഴും നമ്മൾ എന്ത് പറയുമ്പോഴും ഓർത്ത് അല്ലെങ്കിൽ എവിടെ ചെന്നാലും ഓർക്കണ ഒരു കാരണം, ബിബി എങ്ങോട്ടൊക്കെ യാത്ര ചെയ്തു. വിഷ്ണുവിൻ്റെ കൃഷ്ണൻ ബിബിൻ അവർ യാത്ര ചെയ്യണ വഴിയിലെല്ലാം നമ്മളെയും കൈപിടിച്ചെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇപ്പം നിങ്ങളുടെ ഇൻ്റർവ്യൂ വരെ എന്ത് കാര്യം വിളിച്ചെടുത്തിട്ടുണ്ട്. അത് ഇവര് പറഞ്ഞായിരുന്നു, എന്റെ ഒന്നും ആവശ്യമില്ല. ഇവനെ പറഞ്ഞു എന്റെ ആവശ്യമുള്ളൂ. നേരത്തെ ഒരു മനസ്സിന്റെ കാര്യം പറഞ്ഞല്ലേ,
ഇതാണ് മനസ്സ്. കാരണം വന്നിരിക്കുക, ഒരുത്തൻ്റെ വീട്ടിൽ വന്നിരുന്ന് പോവാ പൊട്ടെ ചിരിക്കുക, ഓരോരുത്തരുടെ അവന്റെ അച്ഛനും അമ്മയൊക്കെ കളിയാക്കുക, എന്നിട്ട് ആ അച്ഛനും അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് അടിച്ചിട്ട് സന്തോഷമായിട്ട് ഇറങ്ങുക. സത്യമാണ്, ഞങ്ങൾ ചിരിക്കാൻ വേണ്ടി മാത്രം, നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്നും കൂടാറ്? അതിനുകൊണ്ട് മാത്രം മാസത്തിൽ ഒരിക്കലും ഒരു ദിവസം ഒരു വീട്ടില് ഈ കൂടുതൽ ആരെങ്കിലും ഒരു വീട്ടിൽ പോകും, എന്നിട്ട് ചിരിക്കുക. എന്നിട്ട് അത് തന്നെ റോസ്റ്റിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും റോസ്റ്റിങ്, ട്രിപ്പ് പോവുക. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ വീട്ടിൽ മീറ്റിംഗ് കഴിഞ്ഞത്. കഴിഞ്ഞ ആഴ്ച എന്റെ വീട്ടിലാണ് പുതിയ വീട് വന്നപ്പോൾ ഇവിടെ ആയിരുന്നു മീറ്റിംഗ്. അടിപൊളി. അന്ന് എല്ലാവരും വന്ന് ഇറച്ചി അല്ല കോഴി അപ്പം എല്ലാം അടിപൊളിയായിരുന്നു. ഇതേപോലെ കുറേ ചിരിച്ച്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അപ്പോൾ എല്ലാ മാസങ്ങളും ഇങ്ങനെ ചിരിക്കും. ചിരി ആയുസിന് നല്ലതും കൂടിയാണല്ലോ. ഞാൻ ഒന്നും കൂടി പറയാം, നേരത്തെ ഇവർ തമാശയിട്ട് വന്നെങ്കിലും ഈ കൂട്ടത്തിലിരിക്കുന്ന എല്ലാവരെയും ഞാൻ പോണ വഴിക്ക് ഞങ്ങളെ എന്താ പറയണ കൈ പിടിച്ച് തന്നെ കൊണ്ടുപോയില്ല എല്ലാ പിള്ളേരാഴ്ച. ഒരു സ്ഥലത്തും ചിലർ പറയുമല്ല ചേർത്ത് പിടിക്കുക, ഓരഞ്ച് അങ്ങനെ ചേർത്ത് പിടിച്ചവരാണ് ബിബിനും വിഷ്ണു. ഓ അതന്നെ. ഓക്കെ. അപ്പൊ ആശാന്റെ വലിയൊരു വാക്കുകളിൽ നമ്മൾ തുടങ്ങി. അങ്ങനെയില്ല. ഇത് നമുക്ക് ഈ സൈഡിലേക്ക് ഒന്ന്, ഈ സൈഡിൽ പോവാം. ഈ സൈഡിൽ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. ഇത് എന്റെ കൂടെ ഇരിക്കുന്നത് പോലീസുകാരനല്ലേ? ഹലോ ഹലോ. ഏത് സ്റ്റേഷനിലാണ്? ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ. പോലീസുകാരാണ്. സംസാരിക്കേ വിനയൊക്കെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോ മാറും. ഓക്കെ, നമ്മുടെ ഈ ടീമിൽ എങ്ങനെ ജോയിൻ ആയത്? ഞങ്ങൾ +2 പഠിക്കണ സമയത്താണ്. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലൊരു മാഹിൻ എന്ന് പറഞ്ഞ ഒരു താളം കൂടി ഉണ്ട്, അവരൊന്നും വന്നിട്ടില്ല. അപ്പൊ അന്ന് വരെ ഞാൻ സ്റ്റേജിലൊന്നും ഒരു പരിപാടി കയറിയിട്ടില്ല. അപ്പൊ മാഹിൻ പറഞ്ഞ ഒരു മിമിക്രി പരിപാടി സ്റ്റേജിൽ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. പഠിക്കാൻ +2 പഠിച്ചോണ്ടിരിക്കുന്നു. പഠിക്കാനൊക്കെ അപ്പൊ അങ്ങനെ സ്റ്റേജിൽ കയറാൻ വേണ്ടിട്ട് ഒരു പരിപാടി. അപ്പൊ മാഹിൻ ബിബിയൊക്കെ കലാഭവനിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സ്കിറ്റുകൾ ഞങ്ങളെ പഠിപ്പിച്ച് സ്റ്റേജിൽ കയറി. ഞങ്ങളുടെ ഒരു ഗവൺമെന്റ് സ്കൂളാണ്. അപ്പൊ വലിയ വിജയമായി പരിപാടി. ഭയങ്കര വിജയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആളുകൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെയാണ്. ഞങ്ങൾ 5 പേര്. അല്ല, അവിടെ പരിപാടി ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയേക്കണ്. പരിപാടി വലിയ വിജയമായി. അവിടെ ആളുകളൊക്കെ ഇറങ്ങി വന്നപ്പോ തന്നെ കെട്ടിപ്പിടിക്കുന്നു, എടുത്ത് പൊക്കി എറിഞ്ഞ് വായി പറയണ ഒരാള് വന്നിട്ടുണ്ട്, അയാള് പരിചയപ്പെടാം വാന്ന് പറഞ്ഞു. അപ്പൊ നേരെ നിന്ന് ബിബിനെ പരിചയപ്പെടാൻ ചെല്ലണേ. അപ്പൊ ഭയങ്കര സന്തോഷമുള്ള എല്ലാവരും ഭയങ്കര കൈയടി ചിരിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് ചെല്ലണേ. പുറത്തായിരുന്നെങ്കിൽ ആളുകൾ പിടിച്ച് ഇടിച്ചേനെന്ന്. എനിക്കത് ഇവര് കളിക്കണ ഭയങ്കര ബാലിഷമായിട്ട് തോന്നിയതാ. ഞാൻ കലാഭവനിൽ മെയിൻ കളിച്ചോണ്ടിരിക്കുന്ന ടൈമാണ്. അന്ന് നിർത്തിയതാ സ്റ്റേജിൽ കയറല്. സലീഷ് പോലീസ് മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളിപ്പോ കൊമേഴ്സ്യലി സിനിമകൾ ഇവരാണ് വിഷ്ണു, ഞാനൊക്കെ. ഞങ്ങള് വിജയങ്ങൾ കണ്ടിട്ടുണ്ട്, പരാജയങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭയങ്കര പ്രൗഡ് തോന്നിയ ഒരു ഏരിയ എന്ന് വെച്ചാല് ഇവൻ ഷാഫി സാറിന്റെ എൻ്റെ പടത്തിലാണ് ഇവൻ ആദ്യമായിട്ട് വരുന്നത്. ഷാഫി സാർ ഡയറക്റ്റ് ചെയ്ത പടത്തിലാണ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുന്നത്, ബോംബ് കഥയിൽ. അപ്പോൾ അത് മുതൽ അവൻ്റെ കഷ്ടപ്പാട് നന്നായിട്ട് വർക്ക് ചെയ്യും. ഇവൻ നല്ല രീതിയിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടർ എങ്ങനെ ആവണമെന്നുള്ളത് അത്രയും കഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് ഇപ്പോൾ അവൻ സ്വന്തമായിട്ട് ഒരു പടം ഡയറക്റ്റ്, അതല്ലെന്നും പറഞ്ഞിട്ട് പടം ഡയറക്റ്റ് ചെയ്ത് അത് രാജ്യാന്തര മേളയായിട്ടുള്ള IFFC അതിൽ തെരഞ്ഞെടുത്ത് അടുത്ത ഒക്ടോബർ 24-ാം തീയതി പടം പ്രദർശിപ്പിക്കുകയാണ്. ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ് മനസ്സിന്റെ. ഇനി ഇത് അവനെ പുകഴ്ത്തിയതാണ്. ഇനി ഇവൻ പറഞ്ഞല്ലോ എടാ സ്കിറ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്തായിരുന്നു ഇടിച്ചേനെ. അത് അന്ന് ഞാൻ +2 ആള്, എനിക്ക് അത്രേ ഉള്ളൂ പ്രായം. എന്റെ പക്വത കുറവായിട്ട് കൂട്ടിക്കോ. ഇവൻ ഇത്രയും പ്രായമില്ലേ, നല്ല മുതുക്ക് പ്രായമല്ലേ ഇവൻ. ഈ മുതുക്ക് പ്രായത്തിൽ ഞങ്ങളുടെ കൂട്ടുകാരനായിട്ടുള്ള ഞങ്ങളുടെ മനസ്സിന്റെ മെയിൻ നടനും മിമിക്രി ആർട്ടിസ്റ്റും ആയിട്ടുള്ള അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള ഡയലോഗ് ലോകം മുഴുവൻ എത്തിച്ച ബിനു തൃക്കാക്കര. നമ്മുടെ വീട്ടിലെ വേറൊരു ഹീറോ ഉള്ളൂ, മൈ നെയിം ഈസ് അഴകൻ. പോട്ടെ എന്നുള്ളതിലൊക്കെ അവൻ ഹീറോ ആണ്. അവൻ ഒരു സമയത്ത് ഏതോ ഒരു പടങ്ങൾ കഴിഞ്ഞ സമയത്ത്, മാർഗങ്ങൾ കഴിഞ്ഞ സമയത്താണ് പടങ്ങൾ ഇവനില്ല അടുത്ത്. അപ്പൊ അവൻ ആ പടത്തിലെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് വിജയിച്ചപ്പോഴും പുള്ളി വിചാരിച്ചു കുറെ പടങ്ങൾ വരുമെന്ന്. പക്ഷെ അന്ന് വന്നില്ല. അപ്പൊ അവൻ ഭയങ്കര മാനസിക ടെൻഷനായി. പുള്ളി സ്വയം തീരുമാനിച്ചത്
ഇനിയിപ്പോൾ അഭിനയിക്കലടാ ഞാൻ നിർത്തി അത് ശരിയാവില്ല, അത് നടക്കൂല എന്ന് പറയും. പുള്ളി ഇനി വേണ്ട, അഭിനയം വേണ്ടെന്ന് പറയും. അപ്പം നിനക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ നീ എന്നോട് ഒന്ന് പറയുമ്പോൾ ഞാൻ ഇല്ലടാ പോട്ടറാ കഴിവൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങനെയുള്ളൊരു ഏതൊരു കൂട്ടുകാരും അങ്ങനെയുള്ളൂ. ഞങ്ങളുടെ മനസ്സിലുള്ള സലീഷ് അങ്ങനെയല്ല. സലീഷിൻ്റെ അടുത്ത് വന്നിട്ട് ബിനുദ്രിക്കാരെ പറയണേന്, എടാ സലീഷ ഞാൻ അവരെ നിർത്തണടാ, ഒരു ഇത് പറ്റുള്ള എനിക്ക്, കാരണം എനിക്ക് കഴിവില്ലടാ, എനിക്ക് പറ്റുള്ള, എനിക്ക് ആക്ട് ചെയ്യാൻ അറിയാൻ പാടില്ല, ഒന്നും അറിയില്ല, എന്നെ ആർക്കും വേണ്ടടാ, ഞാൻ അവരെ നിർത്തണേണ്. ഇവൻ്റെ അടുത്ത് വാക്കി ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ ഇരിക്കുവായിരുന്നുടാ, നിന്റെ ഈ ചീങ്കണ്ണിയുടെ ഫിഗറും വെച്ചോണ്ട് എന്താവുന്ന ഇതിലും വലിയ മോട്ടിവേഷൻ സ്വപ്നങ്ങളിൽ മാത്രം. അവൻ ഇങ്ങനെ നോക്കി നിന്നിട്ടേ നേരെ പോയി ആത്മഹത്യ. ഇപ്പോഴും അവനെ നോക്കിയ ഡോക്ടർ പറയണത് ആ ട്രോമയെന്ന് അവൻ ഇപ്പോഴും പറയും. അതിന് എന്റെ ഭാഗത്തുനിന്ന് ഒരു ന്യായമുണ്ട്. അത് ഞാൻ ഹിരൺ എല്ലാവരും വൈകുന്നേരം കാക്കനാട് എൻജിഒ ക്വാർട്ടേഴ്സിൽ വൈകുന്നേരം റോണി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താറാമുട്ട ഒഴിച്ച് 4 ആക്കിയിട്ട് ഞങ്ങൾ 4 പേരും കൂടി കഴിക്കണം. നല്ല പൈസക്കാരാ. ഒരു താറാമുട്ട ആകെ 10 രൂപയുള്ളൂ, അത് മേടിച്ചിട്ട് ഒരു മിനിറ്റ്, ഇതാണല്ലോ ലോകം മുഴുവൻ റിയൽ എസ്റ്റേറ്റ് റോണി വന്നിട്ട് ഒരു മുട്ട മേടിച്ച് 5 ആയിട്ട്. അത് വേറെ കാര്യമുണ്ട്, ഉണ്ണി ഇവൻ തന്നെ തിന്നും. അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം ഇവന് ഈ താറാമുട്ട നിന്ന് കഴിഞ്ഞിട്ട് ഇത് പറയും, എടാ ഞാൻ നിർത്താൻ വേണ്ട. അപ്പൊ ഞങ്ങള് പറയും അവനാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യണ, സൗണ്ടൊക്കെ കറക്റ്റ് ആയിരിക്കും, സൂപ്പറായിട്ട് പാട്ട് പാടും, അടിപൊളിയായിട്ട് അഭിനയിക്കും. ഇപ്പൊ ഞങ്ങള് അതായത് ഞങ്ങളുടെ കൂടുതൽ ഏറ്റവും ഹൈ ടാലന്റഡ് അവനാ, നന്നായിട്ട് എഴുതും, ഭയങ്കര പെർഫെക്ഷനാ. അപ്പൊ അവൻ ഇങ്ങനെ പറയും, അവൻ എല്ലാ ദിവസവും നമ്മളിങ്ങനെ പറയും, എടാ അത് നീ ഇങ്ങനെ റെഡി ആയിട്ട് വാടാ, അത് ശരിയാവൂടാ, ഇങ്ങനെ പറഞ്ഞൊരു 1.5 മാസം വൈകുന്നേരം ഇത് തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇത് തന്നെ പറഞ്ഞപ്പോ പിന്നെ നമ്മൾ എന്ത് പറയണം അവന്റെ അടുത്ത്, അങ്ങനെ പറഞ്ഞു പോയതാണ്. പക്ഷെ വിപിനും വിഷ്ണുവൊക്കെ കൂടി ഇത് മാത്രമാക്കി, അവസാനത്തെ കഥ മാത്രമേ ഉള്ളൂ. ആ വാക്ക് എത്ര നാളുകൾ കൊണ്ടുവരുന്നറിയോ? അല്ല, അത് കേട്ടപ്പോ എന്റെ ഫേസിൽ എന്തായിരുന്നു? അവൻ എന്നെ ഇവിടെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ വേണ്ടിട്ടല്ലേ നിന്റെ അടുത്തൊക്കെ പറയണപ്പോ നീ. നമുക്കൊരു പണി എന്തായാലും ഇത്ര ആയില്ലേ, ഒരു ഓളം വെക്കാനായിട്ട് നമ്മുടെ 2 ഗായകര്, ഇനി വേറെ ആരെങ്കിലും പാട്ട് നന്നായി പാടുന്നു? ദീപു പാടും, എല്ലാരും പാടും, ദീപു പാടും, ഞങ്ങളുടെ സുബീഷ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. സാധാരണ നാടൻ പാട്ട്. തന്തിന താനാരേ താനാതീനുന്താരേ, തന്തിന താനാരേ താനാനാരേ, തന്തിന താനാരേ താനാതീനുന്താരേ, തന്തിന താനാരേ താനാനാരേ, തന്തിന താനാരേ താനാതീനുന്താരേ, തന്തിന താനാരേ താനാനാരേ, തന്തിന താനാരേ താനാതീനുന്താരേ, തന്തിന താനാരേ താനാനാരേ. ഒറ്റൽ കുത്തി കൊള്ളങ്കലക്കി പെണ്ണ് ഓമന ചാലിന്ന് മീൻ പിടിച്ച്, ഒറ്റൽ കുത്തി കൊള്ളങ്കലക്കി പെണ്ണ് ഓമന ചാലിന്ന് മീൻ പിടിച്ച്, തന്തിന താനാരേ താനാതീനന്താരേ, തന്തിന താനാരേ താനാനാരേ, തന്തിന താനാരേ താനാതീനന്താരേ, തന്തിന താനാരേ താനാനാരേ. ഓടണ്ടട മീനേ ചാടണ്ടട മീനേ, ഓടി ചാടി കളിക്കണ്ടട മീനേ, ഓടി ചാടി കളിച്ചോരു മീനിന്ന് കൂട്ടാൻ ചട്ടിയിലൊളിച്ചിരുന്നേ, തന്തിന താനാരേ താനാതീനന്താരേ, തന്തിന താനാരേ താനാനാരേ, തന്തിന താനാരേ താനാതീനന്താരേ, തന്തിന താനാരേ താനാനാരേ. ആടണ്ടട മാങ്ങേ തൂങ്ങണ്ടട മാങ്ങേ, തൂങ്ങി കളിക്കണ്ടട മാങ്ങേ, പാടി തൂങ്ങി കളിച്ചോരു മാങ്ങിന്ന് അമ്മയുടെ മോളിൽ ഒളിച്ചിരുന്നേ, തന്തിന താനാരേ താനാതീനന്താരേ, തന്തിന താനാരേ താനാനാരേ, തന്തിന താനാരേ താനാതീനന്താരേ, തന്തിന താനാരേ താനാനാരേ, തന്തിന താനാരേ താനാതീനന്താരേ, തന്തിന താനാരേ താനാനാരേ, തന്തിന താനാരേ താനാതീനന്താരേ, തന്തിന താനാരേ താനാനാരേ.
അടിപൊളി. എന്റെ അമ്മ എമ്മാതിരി വൈബ്, ഒരു രക്ഷയില്ല. ഇതാണല്ലോ നിങ്ങൾ എല്ലാ മാസവും കൂടണേ. അടിപൊളി. നിങ്ങൾ പ്രൊഫഷണലായിട്ട് ട്രൂപ്പായിട്ട് മുമ്പോട്ട് പോലെ പുലർക്കാഴ്ച കാഞ്ഞൂർ നാട്ടുപോലും വർക്ക് ചെയ്യുന്നതാണ്. പുള്ളി ഇൻഡിവിജ്വലി പാട്ട് അറിയാലോ, വെടിക്കെട്ടിന്റെ മ്യൂസിക് അറിയാം. ഈ രണ്ടുപേരും മറ്റേ സുധി പാടിയേക്കുന്ന ഏതായിരുന്നു? ഞാൻ വെടിക്കെട്ടിലെ നല്ലമ്മ അതിന്റെ ടൈറ്റിൽ സോങ് ഒന്ന് പാടിയാണ്. അത് അധികം കേട്ടിട്ടില്ല കുറെ ആള്. വെടിക്കെട്ടില് പടത്തിന്റെ മോഷൻ പോസ്റ്റർ ആയിട്ട് വന്നതാണ്. ആ പാട്ട് ഭയങ്കര വൈബാണ്. പടത്തിൽ അതില്ല, പക്ഷെ മോഷൻ പോസ്റ്ററിലാണ് ഉള്ളത്. നല്ലമ്മേ തെരയാട്ടക്കാവിൽ വിരയാടും ചാത്തൻ കാര്യൻ കരിമാല ചാന്തും ചാർത്തി കഥ ചൊല്ല് കാളിയമ്മേ. അത് ഭയങ്കര ഫീലാ പാട്ട്. അതെ, ഇത് നമുക്ക് തിയേറ്ററിലും നമുക്ക് സ്റ്റാർട്ടപ്പ് വന്നത് ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞത്. ഏതായാലും അടിപൊളിയാ. പിന്നെ ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു നിമിഷമായിരുന്നു ആ ഒരു. അത് തിയേറ്ററിൽ നമ്മുടെ വോയിസ് അങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും, പിന്നെ അത് കൂടാണ്ട് പടത്തിന്റെ പാക്കപ്പിന്റെ അന്നാണ് ഞാനാണ് ഈ പാട്ട് പാടിയെന്ന് പലരും അറിയണത്. അന്ന് ഞാൻ വീടിന്റെ അടുത്ത് ചോദിച്ച് മേടിച്ച് ഞാനൊന്ന് ആ പാട്ട് പാടിക്കോട്ടെ എന്ന് ചോദിച്ച് മേടിച്ച് പാടിയത്. അപ്പോഴാണ് എല്ലാവരും അവിടുത്തെ ഡയറക്ടേഴ്സും ക്യാമറമാനും എല്ലാവരും അറിയണത് ഞാനാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. ബിബിയുടെ അടുത്ത് രതീഷ് ഏട്ടൻ ക്യാമറമാൻ പാട്ട് പടത്തിലും കൂടി ഒന്ന് ഉൾപ്പെടുത്തണമെന്നുള്ള ബിബിയുടെ അടുത്ത് പറഞ്ഞത്. കാല് പിടിച്ച് സത്യം ഞാനന്ന് ഇവന്റെ ക്യാരക്ടറെ പറ്റി പറഞ്ഞു വിടില്ല. അത് മാത്രം വേണ്ട. ഇപ്പൊ ഇവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവനാണ് കറക്റ്റ് അമർ അക്ബർ തോണിയിലെ ദുരന്തോ എക്സ്പ്രസ്. എന്ത് പറഞ്ഞാലും പുള്ളി ഇപ്പൊ കണ്ടില്ലേ, ഭയങ്കര ഹാപ്പി മൂഡ് എടുത്തിട്ട് ലാസ്റ്റ് ഒരു സങ്കടത്തിലേക്ക് കൊണ്ട് കണക്ട് ചെയ്യില്ലേ. എടാ ഇപ്പൊ ഞാൻ സുദീപ്, നീ വിളിച്ചേ, ഞാൻ വിളിക്കാം, നീ ബിബി ഏട്ടാ. ഹലോ, എവിടെയാണ്? എടാ ഞാന് ചോദിക്ക സങ്കടമല്ല, ഞാൻ പുതിയൊരു ഓട്ടോ എടുത്തേ അപ്പൊ ഞാൻ എടാ ഇനി ഓട്ടോ എടുത്തത് നല്ലല്ലേ, നീ ഓട്ടോ സന്തോഷല്ലേ? പിന്നെ ഇപ്പൊ എവിടെയെങ്കിലും ഇപ്പൊ ഇവന്റെ ഏറ്റവും വലിയ കോമഡി ആക്കണോ, നമ്മുടെ മനസ്സിന്റെ എല്ലാവരെയും ഈ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ നമ്മൾ സഹായിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഒന്നില്ലെങ്കിൽ എല്ലാവരും കൂടി അപ്പം തന്നെ പൈസ കിട്ടും ഒരുമിച്ച്, ഇല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലൈസിന് കൊടുക്കും. അപ്പം ഇവൻ എല്ലാവരും ഓരോ സംശയം ചോദിക്കണേണ്. ഹോസ്പിറ്റലിൽ നമ്മൾ പോകുമ്പോൾ എങ്ങനെയാണ്, ആശുപത്രി പോകണേന് എങ്ങനെയാണ് കാശ്, ഇങ്ങനെയാണ് കാശ് എന്നൊക്കെ ചോദിക്കണേന്. അപ്പോൾ ഇവൻ ചോദിക്കണേ ബേബി ഞങ്ങളെല്ലാവരും ശരില്ലേട്ടാ, ഒരുത്തനാ പോണ വഴി ഇടിവെട്ട് കൊണ്ട് അവനപ്പം തന്നെ പാമ്പം കടിക്കുമ്പോ എത്ര രൂപ ഹോസ്പിറ്റലിൽ പോകുമ്പോ കിട്ടും. അതായത് ഇടിവെട്ടേറ്റ് തന്നെ ഇവൻ കൊള്ളിച്ച, അത് കൂടാണ്ട് പാമ്പ് കൂടി കടിച്ചവന് എത്ര കിട്ടണം, അതായത് അത്രയും ദുരന്തോ. ഇവന്റെ ഏറ്റവും അൾട്ടിമേറ്റ് അതേക്ക് ഇവന്റെ അൾട്ടിമേറ്റ് ദുരന്തം പറഞ്ഞതാ. ഇവന്റെ അൾട്ടിമേറ്റ് ദുരന്തം, ഇവിടെ പ്രളയം വന്നു ആദ്യത്തെ തവണ. അപ്പൊ ആദ്യത്തെ പ്രളയം മുങ്ങി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി രക്ഷപ്പെട്ട് അടുത്ത തവണ വന്നപ്പോ ഇവൻ എന്ത് ചെയ്തു, ഇവന്റെ വൈഫ് വീട് കോഴിക്കോടാ. ഇവൻ നേരെ ഒരു വോയിസ് നോട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക്, ഞാനേ കോഴിക്കോട് പോണേന്, നിങ്ങളിവിടെ വെള്ളപ്പൊക്കം തന്നെ, കോഴിക്കോടൊന്നും പ്രശ്നമില്ല, ഇവിടെ വെള്ളപ്പൊക്കം ഇനി അടുത്ത മുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ എന്റെ അച്ഛനെയും അമ്മേനെയൊക്കെ നിങ്ങളൊന്ന് ഇടക്കിടക്ക് വിളിച്ച് ചോദിക്കണം, അച്ഛനും അമ്മേനെ ഇവിടെ ആക്കിയിട്ടാണ് പോണത്, ഞങ്ങൾ കോഴിക്കോട് പോണേണ് എന്ന് പറഞ്ഞ് പോയടാ. ഞങ്ങളപ്പില്ലേ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഉള്ളിൽ അയ്യോ ഇവന്റെ അച്ഛനമ്മേനെ വിളിക്കണമല്ലോ എന്ന് വെച്ചാൽ ഞാൻ വിളിച്ച് ചോദിക്കുന്നു, അച്ഛാ എങ്ങനെയുണ്ട് അയാള്, എന്ത് അല്ല ഓക്കെ അല്ലേ ഇവിടെ, ഇവിടെ ഓക്കെ ഒന്ന് കട്ട് ചെയ്യും. ഷില്ലേട്ടൻ വിളിക്കും, ഹലോ അച്ഛാ ഓക്കെ അല്ലേ, ആടെ ഓക്കേടാ. പുള്ളി ചൂടാക്കി ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങളോട്. അതൊക്കെ വിട്ട് വൈകുന്നേരം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവന്റെ ഒരു വോയിസ് നോട്ട്, അയ്യേ കോഴിക്കോട് വെള്ളം പൊങ്ങി, അവിടെ വെള്ളപ്പൊക്കം, ഞാനിപ്പോ ക്യാമ്പിലാണ്,
നിങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അന്ന് ഇവിടെ ഇല്ലട വെള്ളപ്പൊക്കം, എറണാകുളത്ത് ക്ലീൻ. ഇത് നടന്നതാണല്ലോ. ഇത് നടന്നതാണോ? നടന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു കുഴപ്പമില്ല. ഇത് തന്നെ ഇവരോട് എക്സ്പ്ലെയിൻ ചോദിക്കണ്ട, കാരണം അതാണ് കഥ. ഇതാണ് ഒരു മിനിറ്റ്. ഈ കൂട്ടത്തില് അദ്ദേഹത്തിന്റെ കഥ പറ. ലീച്ചേട്ടാ ആദ്യം തന്നെ നമ്മുടെ ഒരു പാട്ട് പാടും. ലീച്ചേട്ടന്റെ ഒരു ചെറിയ ഡാൻസ്, ഒരു പുഴു. ലീച്ചേട്ടൻ ആരാന്നുള്ള ഒറ്റടി മനസ്സിലാവും. നമ്മുടെ പഴയ സാധനം അടിയാ. ഓക്കെ. കല്യാണ വീടുകളാണ് പുള്ള മേച്ചിൽ പുറങ്ങൾ. അത് സത്യ. അതല്ലേ അല്ലേ എനിക്ക് എപ്പോ പറഞ്ഞാൽ അപ്പ കളിക്കും. എനിക്ക് ഒരു ഡൗട്ട് വെക്കട്ടെ. ഈ ഹൾക്കെന്ന് എഴുതിയ ഈ പച്ച ഷഡ്ഡി എവിടെ നിന്ന് പിടിച്ചത്? ഷഡ്ഡിക്കിട്ട പേര് ഹൾക്ക്. കൗണ്ടറില്. ഓക്കെ ബ്രോ, എങ്ങനെയാണ് ഈ ടീമില് ഞാൻ ചേർന്നതെന്നല്ല വന്ന് പെട്ടത്? കഥപ്പ് മാറിയിട്ട് പറഞ്ഞ ഈ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഒരു നാട്ടില് എല്ലാ നല്ല കാര്യങ്ങളിലും ഇടപെടുന്ന എല്ലാവരുടെയും മുമ്പിൽ ഒരു നല്ലവനായിട്ടൊരു ഉണ്ണി ഉണ്ടാവില്ലേ, അതേപോലത്തെ ഒരാളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പറയണം. റോഷൻ എന്താ പറയുക, ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഏറ്റവും മികച്ച, കാരണം എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അല്ല, ഉണ്ണിന്നല്ല, ഇപ്പം വെള്ളത്തിലിറങ്ങുകയാണെങ്കിൽ ഇപ്പം നമ്മളെല്ലാവരും സാധാരണ കളസം ഇട്ടിറങ്ങുള്ളൂ. പക്ഷെ റോഷൻ സ്വിമ്മിങ് സൂട്ട് ഇട്ട് ഇറങ്ങുള്ളൂ. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഇപ്പം നേരത്തെ ലിജുവിൻ്റെ പോലത്തെ അലാസ്റ്റിക്കയിൽ മാത്രം പേരുള്ള ഷഡ്ഡി അങ്ങനെയൊക്കെ ഇട്ട് നമ്മൾ നിൽക്കുമെങ്കിലും റോഷൻ അതിൻ്റെ കാര്യത്തിൽ എപ്പോഴും സ്വിമ്മിങ് സൂട്ട് ഇട്ട് നിൽക്കും. എവിടെയാണെങ്കിലും എൻ്റെ പെർഫെക്ഷൻ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഒരു കുഴപ്പമുള്ളൂ, നീന്താൻ അറിയാൻ പാടില്ല. നീന്താൻ അറിയാൻ പാടില്ല പുള്ളിക്ക്. നല്ലത്. പിന്നെ എവിടെയെങ്കിലും മുങ്ങി പോയിട്ടുണ്ടോ? ഇഷ്ടം പോലെ സ്ഥലത്ത്. പിന്നെ അടുക്കടൽ വിടും. പിന്നെ പൊതി, ഒരു നല്ലൊരു പേരും അവനുണ്ട്, പൊതി. അതായത് ഇവന് വൈകുന്നേരം ഇപ്പൊ ലേറ്റ് ആയെന്ന് വിചാരിച്ചു. എന്താണ് ലേറ്റ് ആയെന്ന് വെച്ചാൽ, എടാ ഞാൻ മണ്ണൊഴുക്കി മരിച്ചുവിടാ, അത്രയും വലിയ നുണ പറഞ്ഞു കളയും. മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞു കളയും. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോന്ന് സിമ്പിളായിട്ട് പറയുള്ളൂ നുണ. പൊതി അടിക്കണം ഇവനെ പറയണ തന്നെ, പൊതിയുടെ ആളെന്നാ പറയണ. ഞാനാണ് വിഷ്ണുവിനെ തോപ്പിക്കണ പൊതി. പൊതി ഏറ്റവും കൂടുതൽ ചെയ്യുന്ന വിഷ്ണുവാണ്. വിഷ്ണുവിനെ തോപ്പിക്കുന്നത് ഒരു സ്ഥലത്ത് ഇല്ലാത്തവനെ പറ്റി കുറ്റം പറയല. എന്തിനാടാ പ്ലീസ്, എന്തിനാടാ അത് പറഞ്ഞോ? അതെന്നെ പാതേടാ. പൊതി അടിക്കാന്നാണ് ഞങ്ങളുടെ നുണ പറയണ. നല്ല അടിപൊളി പേര്. ഇതുപോലെ രസകരമായ പേരുള്ള ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും കുറെ പേരുണ്ട്. എന്താ നിന്നണാൻ? എടാ നിന്നെ ഞാൻ എന്ന് സിനിമയിലെ ഡയലോഗ് പറഞ്ഞതാ. എടാ നിന്നണാൻ, എടാ നിന്നണാൻ എന്ന് നമ്മുടെ കൂട്ടത്തുണ്ട് ഞങ്ങൾ എത്തിയിട്ടില്ല അഴകൻ. അഴകൻ വന്നാ ഇപ്പൊ ജാങ്കോ നമ്മുടെ ഇതുണ്ടല്ല, പേര് മാറ്റിക്കളയും. എടിയല്ലടാ ഇതല്ലെന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾ നീ ബാങ്കല്ലേ ബാങ്കിലല്ലേ? അല്ല ഞാൻ നീ പറഞ്ഞു ജാങ്കോ. ഇല്ല നീ ബാങ്കിലാണ്. അല്ല ജാങ്കോ ആണ്. ബാങ്കിലാണ്. അവസാനം നീ ഇല്ലേ ഈ മുഴുവൻ ബാങ്കിന്റെ മാനേജർ ഞാനാന്ന് പറയുന്നത്. അതേപോലെ അവൻ സമ്മതിപ്പിക്കും അല്ലടാ. അതാണ് അഴകൻ. താൽക്കാലികമായിട്ട് എത്താൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ദീപുലേക്ക് പോവാം. നിനക്കെന്താണ് ദീപിനെ പറ്റി പറയാനുള്ളത്? അത് പറഞ്ഞു. അല്ല, അതായിരിക്കും നല്ലത്. അത് പറയാ ശരിക്കുള്ളത് പറഞ്ഞ ഒന്നും വിഷമിക്കണ്ട. ഇവിടെ നമ്മളെല്ലാരും തൊലിവിളിക്കണം. ഞാൻ പറഞ്ഞ തിരിച്ചും പറയും. ജാങ്കോ ഞാൻ എന്നാലും നമ്മുടെ കുന്നുംപുറ സ്കൂളിൽ പഠിച്ചു പോയ കലാകാരന്മാരിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു അപ്ഡേഷൻ ഇദ്ദേഹത്തിന്റെ അവിടെ ഉണ്ടാവും. അതുണ്ടാവും, കാരണം ചർച്ച ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തു. കാരണം ഇപ്പോഴും ഇവനെ എഴുതി വെച്ചേക്കണ നമ്പറൊക്കെ ഇല്ലടാ, ഓരോരുത്തർ ബാത്റൂമിൽ എഴുതി വെച്ചേക്കണ നമ്പർ, അതൊക്കെ ഇപ്പോഴും അവിടെ നിന്ന് മായിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ദീപിനെ കുറിച്ച് പറയുന്നത്
പഠിപ്പ്, സ്പോർട്സ്, കല, ബാക്കി ഒന്നിലും ശ്രദ്ധിക്കൂല. പെൺകുട്ടികളൊക്കെ പുറകെ നടന്നാൽ പോലും ദീപു ഇങ്ങനെ അടിക്കുന്നു. അല്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ആശാൻ പറഞ്ഞു നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഇപ്പം ആദ്യത്തെ പഠിപ്പല്ലേ, അതിൽ തന്നെ അവൻ പോക്കാണ്. അത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തന്നെ അവന് കുറച്ചും കൂടിയൊക്കെ അഭ്യസിക്കാമായിരുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് നമ്മളാ കഴിവെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദീപുവിനെ എല്ലാവരും ശ്രദ്ധിച്ചത് മറ്റേ പൃഥ്വിരാജിന്റെയും ഇന്ദ്രിയത്തിന്റെയും സൗണ്ട് അനുകരിച്ചുകൊണ്ട് നമ്മുടെ ആ പാട്ടിനിടയിൽ അപ്ഡേറ്റ് ആണ്. അതെന്ന് വെച്ചാല് ഇപ്പോഴും പൃഥ്വിരാജും ഇന്ദ്രജിത്തും ശരിയായിട്ടില്ല, അന്നും ശരിയായിട്ടില്ല. ആ കറണ്ട് അപ്ഡേഷൻ കൊറേ കാലമായി കേട്ടിട്ട് ഒരുപാട് പേര് മിമിക്രിയിൽ തകർത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് അറിയണം ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. അവരിതും അറിയൂലേ, ഈ ശരിയായിട്ടുള്ള കാര്യം അവരറിയൂലേ. ഡോറാബുജിയുടെ അടിപൊളിയായിട്ട് അത് പുതിയ ഐറ്റമാണ് ഡോറാബുജി. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഡോറാബുജി എന്ന് പറയുമ്പോൾ പിള്ളേര് മാത്രമുള്ള കാരണവന്മാരും കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം അല്ലേ. ഹായ് കൂട്ടുകാരെ, നമ്മൾ എങ്ങോട്ട് പോകുന്നേ? കാട്, മല, വലിയ നീലക്കുളം. ഡോറ ഉണ്ട്, ഡോറക്കൊരു കൂട്ടുകാരനുണ്ട് ബുജി എന്ന് പറഞ്ഞിട്ട്. അതായത് ആ മരത്തിന്റെ മുകളിലിരിക്കുന്ന കുരങ്ങിന്റെ പേരാണ് ബുജി. ഹായ് ഡോറ, ഞാനാണ് ബുജി, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? കാട്, മല, വലിയ നീലക്കുളം. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കാട്ടിക്കൂടി നടന്നു പോകുമ്പോൾ ഇവർക്ക് വഴി പ്രശ്നമായിട്ട് വരുമ്പോൾ വഴി കാണിക്കാൻ വേണ്ടി ആൾ വരും. അങ്ങനെ മാപ്പ് വന്നു കഴിഞ്ഞ് വഴിയൊക്കെ കറക്റ്റായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ചില ടൂൾസ് വേണ്ടി വരും. അപ്പോൾ ടൂൾസ് കൊടുക്കാൻ വേണ്ടി അടുത്തൊരാളും കൂടി വരും. ബാക്ക് ബാഗ്. എന്റെ ബാഗിൽ ബുക്കും പല സാധനമുണ്ടല്ലോ. നിങ്ങൾക്ക് വേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ അതൊക്കെ നൽകാൻ ഞാൻ. മെല്ലെ 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 ഡിലീഷ്യസ്. എടാ മൂത്തമ്മ എത്രയല്ലേ പഠിക്കണ? മുതുക്ക് തന്തേ ഇപ്പോഴും ഡോറാബുജിയായിട്ട് സേഫാണ്. അത് ശരിയാ. കഴിഞ്ഞ ദിവസം ഞങ്ങള് ബിനോട് പറഞ്ഞില്ലേ, കോഴിക്കോട് ഒരു സ്കൂളിന്റെ ടെക്നിക്കൽ സ്കൂളിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ ദീപം കൂടെ പോയത്. അന്ന് ഇതേപോലെ ഡോറാബുജി എടുത്ത് കളം പിടിച്ചിട്ടാ വന്ന എല്ലായിടത്തും. പക്ഷെ അവിടെ ഞങ്ങളെയൊക്കെ ഞെട്ടിച്ച് കളഞ്ഞത്. ഇതിപ്പോ ഇപ്പം ഇവിടെ ചെയ്ത പോലെ അല്ല. ചെയ്തിട്ട് പറയും ഞാൻ ശബ്ദം ഉണ്ടാക്കിയത് ആരെന്ന് പറയും. ടീച്ചർമാരാണ് പറഞ്ഞത് ഡോറയാണ്. കുട്ടികൾ പിള്ളേരത് വിട്ട് വേറെ പല പിടിക്കും പോണല്ലോ ഇപ്പൊ. പിള്ളേര് നിങ്ങളുടെ അതല്ലേ ചാനലിൽ കൂടെ അങ്ങനെ ഇനി ഇതിലേക്ക് വരികയാണ്. നമുക്ക് നമ്മുടെ പാട്ടിനൊക്കെ അടിപൊളിയായിട്ട് താളം തന്ന് വളരെ വളരെ നിഷ്കളങ്കനായിരിക്കുന്ന ഇദ്ദേഹം ആരാണ്? അല്ല, അടിപൊളിയായിട്ട് കൊട്ടണ്ടട്ടാ. പണ്ട് പോലെ കൊട്ടു വരുന്നോ? ഇല്ല, ഇപ്പോഴാണ് ഇതൊക്കെ പഠിച്ചത്. ജീവിക്കാൻ വേണ്ടി അയാൾ KCB ഉദ്യോഗസ്ഥനാണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. എങ്ങനെയാണ് നമ്മുടെ ഈ ടീമിൽ വന്നത്? അതാ പുള്ളി ബിബിന്റെ ഈ പെരതാമസം സംഭവമൊക്കെ വന്നപ്പോഴേക്കും ഇങ്ങനെ വന്നപ്പോൾ പുള്ളി ചോദിച്ചു, എടോ എന്താ നമുക്ക് ഇല്ലാത്തൊരു സാധനം മേടിച്ചു കൊടുക്കണ്ടേ, എന്താണ് മേടിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ചേട്ടൻ നല്ലൊരു ബില്ലും കൂടി കേട്ടാന്ന് പറഞ്ഞു. എങ്ങനെയാണ് നമ്മുടെ ടീമിൽ എങ്ങനെയാണ് എത്തിയത്? ശരിയല്ല, എങ്ങനെയാണ് ബാബുച്ചേട്ടൻ വഴി? ബാബുജോസ് ഇല്ലേ, ബാബുച്ചേട്ടനും ബൈച്ചേട്ടനുമാണ് നമ്മളെ ആദ്യമായിട്ട്. ഇവരൊക്കെ ശരിക്കും പറഞ്ഞ ഫസ്റ്റ് താങ്ക്സ് പറഞ്ഞിട്ട് അവരോടാ. കാരണം അവർ രണ്ടുപേരും കാരണമാണ് നമ്മൾ ഈ ടെലിവിഷൻ രംഗത്ത് എഴുത്തിൽ വരുന്നത്. അപ്പോൾ അതില് ബാബുച്ചേട്ടൻ്റെ ഫ്രണ്ടായിട്ടാണ് ജയശേട്ടൻ വരുന്നത്. അങ്ങനെയുള്ള ഈ പറയുന്ന ഇതുപോലെയുള്ള സഭകളിൽ കൂടി അങ്ങനെ പുള്ളി പ്രത്യേകിച്ച് ബാക്കി കലാകാരന്മാർക്കും ഇതൊക്കെയാണല്ലോ. ഈ പുള്ളിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇതുകൊണ്ടുള്ള ഒരു ഇതൊന്നും ആഗ്രഹമൊന്നുമില്ല. പുള്ളിക്ക് ഇങ്ങനെ നമ്മുടെ കൂടെ സന്തോഷമായിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. വേറെ അടിപൊളി.